ഇപ്പോൾ ആർലേക്കർ വന്നതിന് ശേഷം എന്താ അവിടെ നടക്കുന്ന ചർച്ച എന്താ? ഒരു തുണി ചുറ്റി കാവി തുണി ചുറ്റിയ ഒരു യുവതി, ആ യുവതിയുടെ പടം വെക്കണോ വേണ്ടയോ? ഒരു സർവകലാശാല 2600 വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന സർവകലാശാലയിൽ തടഞ്ഞു വെച്ചിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കാവിക്കുടി ചുറ്റിയ ഒരു സ്ത്രീയുടെ പടം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഇത് ചാണകക്കുഴിയല്ല, സെപ്റ്റി ടാങ്ക് ആണ് സുജയ. ആ സെപ്റ്റി ടാങ്ക് ഇരിക്കുകയാണ് നിലവിൽ മോഹൻ ഗോപിനാഥ് രവീന്ദ്രനെ കുറിച്ച് സുജയ്ക്ക് എന്തറിയാം? ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ചരിത്രകാരനാണ് ഈ പറയുന്ന ICHR കൂടി ചുമതലയുണ്ടായിരുന്ന ഈ ഗോപിനാഥ് രവീന്ദ്രൻ. ആ ഗോപിനാഥ് രവീന്ദ്രനോട് കിടപിടിക്കാൻ പറ്റിയൊരു ചരിത്രകാരൻ കേരളത്തിലുണ്ടോ സുജയ? ഏറ്റവും മികച്ച ആളെയല്ലേ VC ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്? പ്രായത്തിന്റെ പേരിലല്ലേ നിങ്ങൾ ഇടങ്കാലിട്ടത്? എന്നിട്ട് ആ VC-യെ ഗവർണർ ഈ ഇവിടുന്ന് കടന്നുപോയ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടല്ലോ, വിളിച്ച പേരെന്താണെന്ന് അറിയാമോ? ക്രിമിനൽ എന്നാണ് വിളിച്ചത്. ക്രിമിനൽ എന്ന് ആരെ വിളിച്ചു? എന്ത് യോഗ്യത ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത്? 7 8 പാർട്ടി മാറി വന്ന് അവസരവാദിയായിട്ട് വന്ന ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ത് അവകാശമാണ്, എന്ത് അധികാരമാണുള്ളത് ഒരു ചരിത്രാധ്യാപകനും ഗവേഷകനുമായ ഈ പറയുന്ന ഗോപിനാഥ് രവീന്ദ്രനെ ക്രിമിനൽ എന്ന് വിളിക്കാൻ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ചാണകമല്ല, സെപ്റ്റി ടാങ്കാണ്. ഇവിടെയുള്ള ചാൻസലർമാർ ആ നിലയിലെ കഥ പതിച്ചു പോയി എന്നുള്ളതാണ്. അതിനെ മറികടക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ നിയമം, ആ നിയമവും എടുത്ത് കക്ഷത്ത് വെച്ചിട്ട് ഈ ചാൻസലർ സർവകലാശാലയുടെ അടിസ്ഥാന വേരിളക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ്.